ആഘോഷിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 20 വർഷം പിന്നിട്ട് അതിൻ്റെ പ്രയാണം മുമ്പോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുതിയ ആവേശത്തിലും ഉന്മേഷത്തിലുമാണ് ജയ്ഹിന്ദ് ടിവിയുടെ പ്രവർത്തനങ്ങൾ. ധാരാളം ഓണം ആഘോഷിക്കാൻ നമുക്ക് അവസരമുണ്ടാകട്ടെ. കാരണം ചിങ്ങമാസത്തിൽ ആരംഭിച്ച 20 കൊല്ലം മുമ്പ് ആരംഭിച്ച ഒരു ദൃശ്യമാധ്യമമാണിത്. 20 വർഷം പൂർത്തിയാക്കുന്ന ജയ്ഹിന്ദ് ടിവിയുടെ ഓണാഘോഷത്തിന് എല്ലാവിധ ആശംസകളും ചെയർമാൻ അനിയൻകുട്ടി ഓൺലൈനായി ആശംസിച്ചു. വളരെ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ ജയ്ഹിന്ദിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വളരെ കമ്മിറ്റ്മെന്റോട് കൂടി അതിനെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രത്തോളം നിൽക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും ഒരു ഓണാശംസകൾ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിലെയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാം ജയ്ഹിന്ദിന്റെ പേരിലുള്ള ഓണാഘോഷം നേരുന്നു. ഓണം തന്നെ ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ്. അത് ഉത്സവങ്ങൾ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ആഘോഷിക്കുക പരമാവധി സന്തോഷത്തോടു കൂടി. ഇന്നത്തേക്കെങ്കിലും നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും നിരാശകളും വ്യാകുലതകളും ഒക്കെ മാറ്റിവെച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, PC വിഷ്ണുനാഥ്, മുൻ മന്ത്രി പന്തളം സുധാകരൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ കവടിയാർ വാർഡ് കൗൺസിലർ KS ശബരിനാഥൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരെ, ടെലിവിഷൻ അവതാരകരെ കേരളത്തിന് സമർപ്പിച്ച ഒരു ചാനലാണിത്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. നിങ്ങളെപ്പോലെയുള്ള മിടുക്കന്മാരുടെ മനസ്സും ധൈര്യവും തൻ്റെടവുമാണ് ഈ ചാനലിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനും തുടരട്ടെ. ജയ്ഹിന്ദ് കുടുംബത്തോടൊപ്പം ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന വലിയ സന്തോഷമുണ്ട്. എല്ലാ ജയ്ഹിന്ദിലുള്ള കുടുംബാംഗങ്ങളും ഇതിന് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ്ഹിന്ദ് ടിവിയുടെ ഓണാഘോഷത്തിൽ നടന്ന വാശിയേറിയ കലാകായിക മത്സരങ്ങളിൽ ജയ്ഹിന്ദ് TV സഹപ്രവർത്തകർ തമ്മിൽ മാറ്റുരച്ചു. 3, 2, 1, start. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.